T20 ലോകകപ്പിൽ നിന്ന് ICC ബംഗ്ലാദേശിനെ പുറത്താക്കിയത് വലിയ വിവാദങ്ങളാണ് സൃഷ്ടിച്ചത്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ മണ്ണിൽ കളിക്കാൻ സാധിക്കില്ലെന്ന നിലപാടിനെ തുടർന്നാണ് ICC ബംഗ്ലാദേശിനെ ഇത്തവണ ടൂർണമെന്റിൽ നിന്ന് പുറത്താക്കിയത്. എന്നാൽ രാഷ്ട്രീയ കാരണങ്ങളാലുള്ള ഈ തീരുമാനം കളിക്കാരെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയതെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീമിന്റെ സഹപരിശീലകൻ മുഹമ്മദ് സലാഹുദ്ദീൻ. വിഷയം ഇത്രയ്ക്ക് വഷളാക്കിയത് ബംഗ്ലാദേശ് കായിക ഉപദേഷ്ടാവായി സേവനമനുഷ്ഠിച്ചിരുന്ന ആസിഫ് നസ്രുള്ളാണെന്നും വിഷയത്തിൽ ബംഗ്ലാദേശ് താരങ്ങളെ നേരിൽ കണ്ട് സർക്കാർ തീരുമാനം അറിയിച്ചത് ആസിഫ് നസ്രുള്ളായിരുന്നു. എന്നാൽ ബംഗ്ലാദേശിനെ പുറത്താക്കിയതിന് പിന്നാലെ ക്രിക്കറ്റ് ബോർഡും താരങ്ങളുമാണ് ഇന്ത്യൻ മണ്ണിൽ കളിക്കേണ്ടതില്ല എന്ന തീരുമാനമെടുത്തതെന്നായിരുന്നു നസ്രുൽ അവകാശപ്പെട്ടത്. ഈ വാദം തെറ്റാണ്. T20 ലോകകപ്പിൽ പങ്കെടുക്കാതിരിക്കാനുള്ള തീരുമാനവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരങ്ങളുമായും BCB ഉദ്യോഗസ്ഥരുമായും നടത്തിയ ഒരു കൂടിക്കാഴ്ചയിൽ നസ്രുൽ പങ്കെടുത്തിരുന്നു. ഈ യോഗത്തിലാണ് സർക്കാർ തീരുമാനം അദ്ദേഹം കളിക്കാരെ ധരിപ്പിച്ചത്. ICC നൽകിയ അന്ത്യശാസനത്തിന് ശേഷമായിരുന്നു ഈ യോഗം പോലും സംഘടിപ്പിച്ചത്. എന്നാൽ യോഗത്തിന് ശേഷം മത്സരം ബഹിഷ്കരിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് നസ്രുൽ പ്രഖ്യാപിച്ചത്. തുടർന്നാണ് ICC ബംഗ്ലാദേശിനെ പുറത്താക്കി പകരം സ്കോട്ട്ലൻഡിന് അവസരം നൽകിയത്. ലോകകപ്പ് കളിക്കുക എന്നത് ഏതൊരു താരത്തിന്റെയും സ്വപ്നമാണ്. ഒറ്റ സെക്കൻഡ് കൊണ്ടാണ് അതെല്ലാം നശിപ്പിക്കപ്പെട്ടത്. താരങ്ങളുടെ സ്വപ്നങ്ങളാണ് ഇല്ലാതാക്കിയത്. ഞങ്ങൾക്ക് കഠിനമായി തന്നെ പരിശ്രമിക്കേണ്ടി വന്നു. അവരെല്ലാവരും പഴയ ഊർജ്ജത്തിലേക്ക് തിരിച്ചെത്തുന്നത് വലിയ ആശ്വാസം ഉണ്ടാക്കുമെന്നാണ് സഹപരിശീലകൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്.